ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജാങ്കോ ട്യൂട്ടോറിയലാണ്. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മോഡൽസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഡൽസിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾക്ക് നോക്കാൻ പോകുന്ന മോഡൽസിൻ്റെ കോഡിങ് വഴിയാണ്. ഓക്കെ, സോ ഞാനിതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, അതായത് ജാങ്കോ ആപ്ലിക്കേഷനകത്ത് മോഡൽസ് പേജിനകത്ത് ഞാൻ 3 ക്ലാസ് എഴുതിയിട്ടുണ്ട്. സോ ഈ ക്ലാസ്സിൽ നമുക്ക് ഓരോ ക്ലാസ് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞത് ടോപ്പിക്കാണ്. സോ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിനകത്ത് models.model എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതായത് ഈ മോഡൽസ് നമ്മളിവിടെ മോഡൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനകത്ത് നമ്മൾ top_name എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതിന് നമുക്ക് ഒരു ഫീൽഡ് ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. സോ ഫീൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഫീൽഡാണ്, അതായത് സ്ട്രിങ് ആണ്. സോ ക്യാരക്ടർ ഫീൽഡാണ് നമുക്ക് ഈ top_nameനകത്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാരക്ടർ ഫീൽഡിനകത്ത് നമ്മൾ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 256 ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യൂ. സോ ഇതൊരു കൺസ്ട്രെയിൻഡ് ആണ് ആക്ച്വലി പറയുന്നത്. അടുത്തൊരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ യൂണീക്ക് ഈക്വൽ ടു ട്രൂ. അതായത് ഈ top_name വേരിയബിൾ നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂണീക്ക് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ അടുത്ത നമുക്കിവിടെ ഒരു ഡെഫിനേഷൻ സ്ട്രിങ്, അതായത് ഇവിടെ സ്ട്രിങ് റിട്ടേൺ ചെയ്യണം. ഇൻ കേസ് നമുക്ക് ഈ ക്ലാസ് വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യണം. ഓക്കെ, ആ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഞാൻ സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ top_name എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആയിരിക്കും റിട്ടേൺ ചെയ്യണം. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ വെബ് പേജ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. സോ വെബ് പേജിനകത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ് നെയിം വേറെ എന്തെങ്കിലും വേണമെങ്കിലും കൊടുക്കാം, വേറെ പേര് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ പിന്നെയും ഒരു മോഡൽ ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും പാരാമീറ്ററിനകത്ത്. ഇതിൽ നമുക്ക് 3 വേരിയബിൾസ് ആണുള്ളത്: ടോപ്പിക്, നെയിം, URL. ഈ ടോപ്പിക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിൻ കീ ആണ്. ഓക്കെ, സോ ഫോറിൻ കീ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ക്ലാസ്സിൽ നിന്ന് അതിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് ആണ്. സോ ടോപ്പിക്കിൽ നിന്ന് എടുത്തോളും ഫോറിൻ കീ. പിന്നെ നമ്മളിവിടെ ഓൺ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു കൊടുക്കുന്നുണ്ട് പാരാമീറ്റർ. കാരണം നമ്മൾ ഇപ്പോൾ പൈത്തൺ 3.3 മേളിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോറിൻ കീയിൽ ഓൺ ഡിലീറ്റ് പ്രോപ്പർട്ടി മാൻഡറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. models.cascade, പിന്നെ വേറെ കുറേ നമുക്ക് ഓൺ ഡിലീറ്റ് ഈക്വൽ ടു നള്ള്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് models.cascade യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് നമുക്ക് നെയിം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഫീൽഡാണ്. അതിനും നമ്മൾ ക്യാരക്ടർ ലെങ്ത് 256, പിന്നെ യൂണീക്ക് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുത്ത്. അടുത്തത് URL ആണ്. URL എന്ന് പറയുന്നത് നമ്മളിപ്പോൾ URL google.com, facebook.com അങ്ങനെ URL ആണ്. നമ്മൾ ഇവിടെ URL ഫീൽഡാണ് ഈ URLൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞത്. അതും യൂണീക്ക് ഈക്വൽ ടു ട്രൂ. സോ ഈ ക്ലാസ് വിളിക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാനിവിടെ സ്ട്രിങ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഈ ക്ലാസ് വിളിക്കുമ്പോൾ റിട്ടേൺ സ്ട്രിങ് ആയിരിക്കും. അതേപോലെ നമ്മൾ ആക്സസ് റെക്കോർഡ് ഞാനൊരു ക്ലാസ് ഉണ്ട്. അതിൽ നെയിം, ഡേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെയിം ഞാനിവിടെ ഫോറിൻ കീ ആണ്. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ വെബ് പേജിനകത്തുള്ള ഫീൽഡ്സ് ആയിരിക്കും ഇതിന് നെയിമിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നെയിം നമ്മൾ വെബ് പേജിലുള്ള നെയിം ആയിരിക്കും ഇതിൻ്റെ നെയിം നോക്കുന്നത്. ഇവിടെയും നമ്മൾ ഓൺ ഡിലീറ്റ് മാൻഡറ്ററി ആണ് ഫോറിൻ കീയിൽ കൊടുക്കുന്നത്. അടുത്ത വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഫീൽഡ് ടൈപ്പാണ്. അപ്പോൾ ഇതിന് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഡേറ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ സ്ട്രിങ് ആണ്, കാരണം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സോ സ്ട്രിങ് ആയിട്ട് വേണം റിട്ടേൺ ചെയ്യാനായിട്ട്. സോ self.date ഇതിൻ്റെ ബ്രാക്കറ്റിനകത്ത് str. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് മോഡൽസിൻ്റെ ക്ലാസ്. ഇങ്ങനെയാണ് സ്ട്രക്ചർ എഴുതേണ്ടത്. സോ മോഡൽസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 കമാൻഡ്സ് ആണ് ഓട്ടിക്കേണ്ടത്. ഒന്ന് നമുക്ക് മൈഗ്രേറ്റ് എന്നും, രണ്ടാമത്തെ നമ്മൾ മേക്ക് മൈഗ്രേഷൻസ്. സോ നിങ്ങൾ ഇത്രയും എഴുതിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കമാൻഡ് ഇട്ടുക python manage.py മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ ഡേറ്റ ഫീൽഡ്സ് ഒക്കെ കാണും. ഞാൻ ഓൾറെഡി ഇത് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് നോ മൈഗ്രേഷൻസ് ടു അപ്ലൈ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മേക്ക് മൈഗ്രേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ മേക്ക് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻസിനകത്ത് ഉള്ള മോഡലിനെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ മേക്ക് മൈഗ്രേഷൻ സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ പേര്, എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ first_app ആണ്.
ഓക്കെ, ഫസ്റ്റ് അണ്ടർസ്കോർ ആപ്പിനകത്തുള്ള മോഡൽസ് ഇവിടെ ക്രിയേറ്റ് മോഡൽ, ടോപ്പിക്, വെബ് പേജ്, ആക്സസ് റെക്കോർഡ്. സോ 3 ക്ലാസ് ഉണ്ടായിരുന്നു. ഈ 3 ക്ലാസ്സിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പിന്നെയും നമ്മളിവിടെ മൈഗ്രേറ്റ് ചെയ്യണം, കാരണം എല്ലാം കൂടെ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നമ്മൾ മൂന്നാമത് പിന്നെയും manage.py സ്പേസ് മൈഗ്രേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റ് അണ്ടർസ്കോർ ആപ്പ് ഇനീഷ്യൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ മൈഗ്രേഷൻ, നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻസിനകത്ത് മൈഗ്രേഷൻസ് കാണാം. അതിനകത്ത് നമുക്കിവിടെ ഓരോ ഫീൽഡിനകത്ത് മൈഗ്രേഷൻസിൻ്റെ ഓരോ മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ID, നെയിം, URL കൊണ്ട് 3 ക്ലാസ് ഉണ്ട്. 3 ക്ലാസ്സിൻ്റെ മൈഗ്രേഷൻസ് എല്ലാം സക്സസ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഈ നമ്മൾ മേക്ക് മൈഗ്രേഷൻസിന് ശേഷം, ഈ കമാൻഡ് ഓടിച്ചതിന് ശേഷം ഇത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇത് ആക്സസ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പൈത്തണിൽ ഓടിച്ച് നോക്കണം. സോ പൈത്തണിൽ നമുക്ക് പൈത്തൺ manage.py ഷെല്ലെടുക്കാം. ഓക്കെ, ഷെല്ലെടുക്കുമ്പോൾ നമുക്ക് പൈത്തണിൻ്റെ കമാൻഡാണ് വരുന്നത്. ഓക്കെ, പൈത്തണിനകത്ത് നമുക്കിവിടെ അവിടെ നമ്മൾ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രം ഫസ്റ്റ് ആപ്പ്, ഓക്കെ, ഫസ്റ്റ് അണ്ടർസ്കോർ ആപ്പ് ഡോട്ട് മോഡൽസ് എന്ന് എടുക്കാം. കാരണം ഫസ്റ്റ് ആപ്ലിക്കേഷനകത്തുള്ള മോഡൽസ്, ഈ മോഡൽസിനകത്ത് ഇമ്പോർട്ട് ടോപ്പിക്, ഞാൻ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ടോപ്പിക് ഇമ്പോർട്ട് ചെയ്ത് ഇനി നമുക്ക് ഇനി നമുക്കിവിടെ പ്രിൻ്റ് ടോപ്പിക് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്നായിരിക്കും കമാൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ടോപ്പിക് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻട്രി ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ക്വറി സെറ്റ് ഇപ്പോൾ ഇവിടെ എംപ്റ്റി ആണ്, കാരണം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരു എൻട്രി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വേരിയബിൾ എടുക്കുക, a ടോപ്പിക് എന്ന് പറഞ്ഞൊരു ക്ലാസ്. അതിനകത്ത് ഞാനിവിടെ ടോപ്പ് അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്നത് എന്തായാലും ക്യാരക്ടറാണ്. അപ്പം ഞാനിവിടെ സോഷ്യൽ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഞാനിവിടെ ടോപ്പിക്കാണ്, ടോപ്പിക്കിന് പകരം ഗ്രൂപ്പോ എന്തെങ്കിലും വേറെ നെയിം കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഇപ്പം ഞാനിവിടെ ടോപ്പ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞൊരു മോഡൽ. സോ മോഡലിനകത്ത് ഈ പാരാമീറ്ററാണ്. ഇവിടെ നമുക്കൊരു മോഡലുണ്ട് ടോപ്പ് അണ്ടർസ്കോർ നെയിം. ആ ടോപ്പ് അണ്ടർസ്കോർ നെയിമിന് നമ്മളിവിടെ ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്, വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, എയിൽ നമ്മൾ ചെയ്തു. ഇനി എ ഡോട്ട് നമ്മൾക്ക് ഇത് സേവ് ചെയ്യണം. എ ഡോട്ട് സേവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡേറ്റാ ബേസിനകത്ത് ആ എൻട്രിക്കകത്ത് നമുക്ക് ആ എൻട്രി ടോപ്പിക് എന്ന് പറഞ്ഞൊരു ഡേറ്റാ ബേസിനകത്ത് എൻട്രി കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ പിന്നെയും പ്രിൻ്റ് ടോപ്പിക് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് കൊടുക്കുമ്പോൾ ക്വറി സെറ്റിനകത്ത് നമുക്ക് അവിടെ ടോപ്പിക് ഈസികളുടെ വെബ്സൈറ്റ്സ്. ഓക്കെ, സോ നമ്മൾ എൻട്രി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം ഈ മോഡൽസ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റ് ആയത് നമുക്ക് db.sqlite3 ആണ്. ഓക്കെ, SQLite3 ഇത് നമ്മുടെ മോഡൽസ് എല്ലാം ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇന്ന് നമുക്ക് വേറെ ഡേറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി അവിടെ ക്വിറ്റ് ചെയ്യണം. സോ ഇതാണ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യണത്. മോഡൽസ് എങ്ങനെയാണ് നമ്മൾ ആദ്യം ജസ്റ്റ് ക്ലാസ് എഴുതുക. ക്ലാസ് എഴുതിയതിന് ശേഷം നമ്മൾ 2 കമാൻഡ്സ് ഒട്ടിക്കുക. 2 കമാൻഡ്സ് ഒട്ടിക്കുന്നത് manage.py മൈഗ്രേറ്റ് എന്നും, അതിനുശേഷം നമുക്ക് മേക്ക് മൈഗ്രേഷൻസ് അണ്ടർസ്കോർ ഫസ്റ്റ് ആപ്പ്. സോ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ മൈഗ്രേഷൻസിൻ്റെ ഫോൾഡർ വീഴും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ മോഡൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ഈ മോഡൽസ് അഡ്മിനിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും മോഡൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.